Hi mates, welcome back to our channel. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ ബോർഡിൽ കാണുന്ന പോലെ തന്നെ കയാമ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയുടെ വൺ ഓഫ് ദ ടൂറിസ്റ്റ് പ്ലേസിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോ ഹോൾ ഉണ്ട്. അതായത് ഒരു പാറക്കൂട്ടത്തിന് നടുവിലൊരു ഹോളായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇങ്ങനെ ചീറ്റുന്ന ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്കിന്ന് കയാമയിലെ വിശേഷങ്ങളും അതല്ല നമ്മളിന്ന് ജെർവിസ് ബീച്ചിലേക്ക് പോകുന്നുണ്ട്. അത് ഇവിടുത്തെ വൈറ്റ് സാൻഡ് ബീച്ച് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കമോൺ, നിങ്ങൾ സിഡ്നിയിൽ നിന്ന് വരുന്നതെങ്കിൽ നേരെ കയാമ ടൗണിൽ എത്തുക. ടൗണിൽ നിന്ന് അടുത്ത് തന്നെയാണിത്. ഇപ്പോൾ എവിടെയാണ് പാർക്കിങ്? ഇപ്പം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം തന്നെ ഇവിടെ നിന്നൊക്കെ ഒരു ലൈറ്റ് ഹൗസ് കാണാം. ഇതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോയിൽ ഇൻട്രൊഡക്ഷനിൽ കണ്ട പോലെ തന്നെ ആ ബോർഡ് ഉണ്ട്, കയാമ ബ്ലോ ഹോൾ എന്ന് പറഞ്ഞ ബോർഡ് കാണും. അവിടെ നിന്ന് നേരെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ ബ്ലോ ഹോൾ എന്ന് പറഞ്ഞ സംഭവം, അത് കടലിൻ്റെ അവിടെ ഒരു റോക്കുണ്ട്. ആ റോക്കിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം മേലേക്ക് പോകുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിനെ പറ്റി വരിടാവേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അടിപൊളി പ്ലേസാണ്, നല്ല വ്യൂ ആണ് ഫുള്ള്. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നേരെ താഴേക്ക് വരിക. ഇതുണ്ട്, ആൾക്കാർ കാണിക്കുന്നുണ്ട്. ഇതാണ് ബ്ലോ ഹോൾ. അവിടെ വെള്ളം ഇങ്ങനെ ആ സെൻറ്ററിൽ നിന്ന് മേലേക്ക് പൊങ്ങി വരുന്നുണ്ട്. അതൊരു ഇൻ്റർവൽ അനുസരിച്ചാണ്. പിന്നെ ഹൈറ്റായിട്ടാണെങ്കിലും നല്ലതായിട്ട് പൊങ്ങി വെള്ളം വരും. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലക്ക് അനുസരിച്ചിരിക്കും. വരുമ്പോൾ നിങ്ങൾക്ക് ഹൈറ്റഡ് ആണെങ്കിൽ കാണാനുള്ള മീൻസ് ബ്ലോ ഹോളിൽ കൂടെയുള്ള വെള്ളം ഇങ്ങനെ കയറി വരുന്നത് കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് താഴേക്ക് പോകാം. അതിനു മുമ്പ് നമുക്കിവിടെ ജസ്റ്റ് ഈ സ്ഥലം ഒന്ന് കാണാം. ഇതാണ് നമ്മൾ പാർക്കിങ്ങിന് ശേഷം നമ്മൾ നടന്ന് പോകുന്ന സ്ഥലമാണ്. ഇത് അടിപൊളി ബീച്ച് ഏരിയ ആണ്. ഇപ്പം നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. നല്ല പൊളി സ്ഥലം. ഞാൻ ഇന്ന് വന്നപ്പോൾ ഭയങ്കര വിൻഡാണ്. ഇതാണ് ബീച്ച്. അതിനെപ്പറ്റിയുള്ള ഹിസ്റ്റോറിക്കലായിട്ട് ഒരു സംഭവം എഴുതി വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് വേണ്ടവർക്ക് വായിച്ചു നോക്കാം. ഇവിടുത്തെ നേരെ ഈ കാണുന്നത് ഇതാണ് ബ്ലോ ഹോൾ. ഇതാണ് സംഭവം. പക്ഷെ വലുത് കിട്ടി. ഇവിടെ ഓരോ ഇൻ്റർവൽ അനുസരിച്ച് ചില സമയത്ത് ചെറുതായിരിക്കും, ചില സമയത്ത് നല്ല ഹൈയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നല്ല വലിയ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. ലക്കമൊക്കെ ഇതിപ്പോൾ ചെറുതായി പോയി. നമുക്ക് ജസ്റ്റ് താഴേക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ബ്ലോ ഹോളിൻ്റെ അടുത്തേക്ക് പോകാം. ഈ കാണുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് കുറച്ചുകൂടി അടുത്ത് സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് താഴേക്ക് പോകാം. നമ്മളങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഈ ബ്ലോ ഹോളിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം ലോങ് ഹോളിഡേ വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ഹോളിൻ്റെ അടുത്തെത്തി. ഈ കാണുന്നതാണ് ഹോള്. ഇതിൻ്റെ അടിയിൽ കടലാണ്. അപ്പം അതിൻ്റെ നിന്ന് വെള്ളം കയറി ഇങ്ങനെ പൊങ്ങിയിട്ടാണ് വരുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്ന ആൾക്കാർ മൊത്തം ഇവിടെ വന്ന് നിൽക്കുന്നത്. അടുത്ത വരവിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊന്നും പൊങ്ങിയില്ല, അൺലക്കി. അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് നടന്നു നോക്കിട്ടോ ബാക്കി എന്തൊക്കെയാ സംഭവമുള്ളത്. പൊളി. അങ്ങനെ ജസ്റ്റ് നമ്മൾ താഴേക്ക് പോകാൻ വിചാരിച്ചു. അവിടെ എന്തൊക്കെയാ സംഭവമുള്ളതെന്ന് നോക്കാൻ വേണ്ടി കണ്ട. ഇതാണ് സംഭവം. ഇപ്പോൾ വലിയ എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടി ആയതുകൊണ്ട് എന്തായാലും സിഡ്നി നിയർ ബൈ അല്ല ACT ഉള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു ഏരിയ ആണ്. അവിടെ നിന്ന് നടന്ന് വന്നിരിക്കുന്നത്. നമ്മൾ വന്നു കഴിയുമ്പം ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഇതിനടിയിലാണ് ബ്ലോ ഹോളിലേക്ക് വെള്ളം പോകുന്ന വഴിയാണ്. പക്ഷേ ഇവിടെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബ്ലോ ഹോളിൻ്റെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ആണുള്ളത്. ഇതുണ്ട്, ഈ കാണുന്ന ഈ ഒരു സെക്ഷനില്ല, ഈ സെക്ഷനിൽ കൂടെ വെള്ളം ഇങ്ങനെ കയറിയിട്ടാണ് ആ ബ്ലോ ഹോളിലേക്ക് പോകുന്നത്. എന്നിട്ടാണ് അവിടെ വെള്ളം പോകുന്നത്. ജസ്റ്റ് ഇതിലിങ്ങനെ കയറി നോക്കാം എന്താ സംഭവം ഉള്ളതെന്ന്. എല്ലാവരും ഇതിൻ്റെ മേലെ കൂടെ കയറി നടപ്പുണ്ട്. പക്ഷെ നല്ല കുറേ ഫോട്ടോ കിട്ടും കേട്ടോ, നല്ല അടിപൊളി ഫോട്ടോസ്. ഇതാണ് നേരത്തെ ലൈറ്റ് ഹൗസ്. അതായത് ഇങ്ങനെ ബീച്ച് ഇങ്ങനെ കിടക്കാണ്. അങ്ങ് കാണുന്നുണ്ട്, അവിടെ നല്ല അടിപൊളി ബീച്ചുണ്ട്. അവിടെ കുറേ പേര് കുളിക്കാനൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം, ആ സൈഡ് പോയി നോക്കിയിട്ട്. ഇതാണ് ബീച്ച്, നല്ല അടിപൊളി ബീച്ചാണ്. What a beautiful.
അവിടെ കുറേ പേര് ചൂണ്ടയിടുന്നുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവാം. കയാമ. വാ, കറക്റ്റ് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളിയൊരു വെള്ളം ഇങ്ങനെ പൊങ്ങിയിരുന്ന് കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിന് തൊട്ടടുത്ത് തന്നെ കുറച്ച് ബീച്ചസ് ഉണ്ട്. അപ്പോൾ ബീച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പതുക്കെ പോവുകയാണ് അങ്ങോട്ടേക്ക്. ബൈ ബൈ കയാമ. നേരെ ബ്ലോ ഹോൾ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബീച്ചിൻ്റെ സൈഡിലേക്ക് നിങ്ങൾ പോകുന്നത്. ഇങ്ങനെ ഒരു വോക്ക് വേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളി ബീച്ച് കിട്ടും. അവിടെ ജസ്റ്റ് പോയി നോക്കിയിട്ട് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ നമുക്ക് ജെർവിസ് ബേയിലേക്ക് പോവാം. അതും ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് ബീച്ചാണ്. വൈറ്റ് സാൻഡ് ബീച്ച് എന്നും അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണത്. ജെർവിസ് ബേയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഹായംസ് ബീച്ച് എന്ന് പറഞ്ഞ 2 ബീച്ചാണ് അവിടെയുള്ളത്. അപ്പം അത് കാണാൻ വേണ്ടി നമുക്കിനി വണ്ടി എടുത്ത് പോകാം. അപ്പോൾ കണ്ടതിന് ശേഷം നേരെ താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ടോയ്ലറ്റ്സ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അത് നേരെ വന്നു കഴിയുമ്പം ജസ്റ്റ് റൈറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്. ആ സ്പോട്ട് എനിക്ക് വേണ്ടി വന്നതാണ്. കണ്ടോ, ഇതാണ് വെൽക്കം ടു ബ്ലോ ഹോൾ പോയിന്റ് റോക്ക് പൂൾ. ഇവിടെ ഒരു അടിപൊളി പൂളുണ്ട്. ഈ പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അടിപൊളി സൂപ്പർ പൂൾ. ഇതൊരു നാച്ചുറൽ പൂളാണ്. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പാറേൻ്റെ ഇടയ്ക്ക് ഒരു പൂൾ സെറ്റപ്പ് ആക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ തിരമാല അടിച്ച് ഇങ്ങോട്ട് കയറി വന്ന് ഇതൊരു നാച്ചുറൽ പൂൾ സെറ്റപ്പ് ആക്കിയേക്കുന്നത് ഇവിടെ. ഇത് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ബ്ലോ ഹോളിൻ്റെ അവിടെ പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്പോട്ട് കൂടി ഉണ്ട് പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 100-150 മീറ്റർ നടക്കാനുള്ളതുകൊണ്ട് ഈ മേലെ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ നേരത്തെ കണ്ട ബ്ലോ ഹോൾ ഉള്ളത്. കയാമ വരുന്നവർക്ക് ഇവിടെ ഒരു അടിപൊളി ഫിഷ് മാർക്കറ്റ് ഉണ്ട്. ഫ്രഷ് ഫിഷ് കിട്ടുന്നൊരു സ്ഥലമാണ്. ഇവിടെയും കുറച്ച് പാർക്കിംഗ് സ്പേസ് ഉണ്ട്. നേരത്തെ നമ്മൾ പൂള് കണ്ടില്ലേ, അവിടെയാണ് പൂള്. ആ പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫിഷ് മാർക്കറ്റ്. അപ്പം ഫ്രഷ് ഫിഷ് വേണ്ടവർക്ക് ഇവിടുന്ന് ഫിഷും മേടിച്ച് വീട്ടിൽ പോകാം. നമ്മൾ ജസ്റ്റ് ടൗണിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കിട്ടുമോ നോക്കാം. ഫുഡ് കഴിച്ചിട്ട് നെക്സ്റ്റ് സ്പോട്ടിലേക്ക്. നമ്മൾ കയാമയിൽ നിന്ന് നേരെ ഇനി ജെർവിസ് ബേയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിപ്പം വണ്ടിയിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വ്യൂ. അടിപൊളി വ്യൂ ആണ്. ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റി. ആ കുറച്ച് ഫ്രണ്ടിൽ ഒരു 200 മീറ്റർ ഉള്ളൂ. അവിടെയാണ് കയാമയുടെ ടൗൺ ഉള്ളത്. ഫുഡ് കഴിക്കാൻ അവിടെ അത്യാവശ്യം കുറച്ച് സ്പോട്ടുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓൺ ദ വേ ടു ജെർവിസ് ബേ. നമ്മൾ ഇവിടുത്തെ ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ കാണിച്ച് ഇതാണ് അടിപൊളി ഭയങ്കര വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. ശരിക്കും നമ്മുടെ എന്താ പറയുക, മൂന്നാറൊക്കെ പോകുമ്പോൾ ഒരു മുട്ടക്കുന്ന് ഏരിയയ്ക്കില്ല, നമ്മുടെ വാഗമണൊക്കെ പോകുന്ന പോലെയുള്ള അങ്ങനെയുള്ള സ്ഥലം പോലെ ഉണ്ട് ഇത്. വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസ്. മീൻസ് ഒരു ഡ്രൈവാണ്, അടിപൊളി ഡ്രൈവാണ് ഇവിടുത്തെ. എന്താ പറയുക, ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടി, ഒരു രക്ഷയില്ല. അങ്ങനെ ഏകദേശം 1 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ കയാമയിൽ നിന്ന് നമ്മൾ ജെർവിസ് ബീച്ച് ബേയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വൈറ്റ് സാൻഡ് ബീച്ച് എന്നറിയപ്പെടുന്ന സ്ഥലം. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരറ്റത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് പിന്നെ ഹയാംസിലേക്കും കുറച്ചുകൂടി ദൂരമുണ്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ജസ്റ്റ് ഈ വൈറ്റ് സാൻഡ് ബീച്ച് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് ചോദിച്ചു. ഇതിന് ശേഷം നമ്മളിനി ഹയാംസിലേക്ക് പോകും. പക്ഷേ ഇത് പിന്നെ ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ഉള്ളതെന്ന്. ഇതാണ് ഇവിടുത്തെ മീൻസ് ഓസ്ട്രേലിയൻ വൺ ഓഫ് ദ ഫേമസ് ബീച്ചുകളിൽ ഒന്നായ വൈറ്റ് സാൻഡ് ബീച്ചാണിത്. ഇവിടെ പക്ഷേ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മഴയും ഭയങ്കര ക്ലൗഡിയാണ്. അതുകൊണ്ട് ആ ഒരു ബ്യൂട്ടി കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഓക്കെ, നൈസ് ബീച്ചാണ്. കുറച്ചുകൂടെ നടന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ജെർവിസ് ബേയുടെ ഒരു ചെറിയൊരു ബീച്ചിലെത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി കാം ആൻഡ് ക്വയറ്റായിട്ട് ബീച്ചാണ്. പക്ഷെ അത്ര വലിയതൊന്നുമല്ല, ചെറിയൊരു ബീച്ചാണ്. പിന്നെ ഇവിടെ അധികം ക്രൗഡഡ് അല്ല, അതാണ് ഏറ്റവും നല്ല ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് വരുന്നവർക്ക് കുളിക്കാനൊക്കെ ഒരു ചെറിയൊരു പ്ലേസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഏറ്റവും വലിയ ബീച്ച് അങ്ങോട്ട് കിടക്കുന്നത്. നമുക്കിനി അങ്ങോട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കുറേ. അപ്പോൾ ഇവിടെ ഏകദേശം മഴ പെയ്യാൻ തുടങ്ങിയിരിക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഹയാംസും കൂടി ഒന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഇവിടെ ഇങ്ങോട്ട് കയറിയാലോ എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഫുള്ള് ജെർവിസ് ബേ ഫുള്ള് നടന്നു പോകണമെങ്കിൽ കുറേ കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം ബെസ്റ്റ് ഒരു കുറച്ച് ഭാഗം കണ്ടിട്ട് ഹയാംസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോയി കണ്ടിട്ട് വരുമ്പോൾ ബീച്ചിനോട് സൈഡിലുള്ള ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ സ്ഥലമാണ്. ഇവിടെ എന്താ പറയുക, നമുക്ക് BBQ എല്ലാം ചെയ്യാനുള്ള സ്ഥലവും കഴിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഒരു സൈക്കിൾ വേ. താഴെ കാണുന്നതാണ് ബീച്ച്. ഇതിങ്ങനെ ഒരു ക്ലിഫ് പോലൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ചുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നെക്സ്റ്റ് പ്ലേസ്. കുറച്ച് മുമ്പോട്ട് വരികയാണെങ്കിൽ എനിക്ക് ഇവിടെയും ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. ഇവിടെയും, പക്ഷേ ഇത് പെയ്ഡാണോന്ന് അറിയില്ല. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇതാണ് ഈ
ചെറിയൊരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞില്ല, ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ സൈഡിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ ഉണ്ട്. ഇനി അങ്ങോട്ട് കിടക്കാണ് ബീച്ച്. ആ കാണുന്നുണ്ടല്ലേ ബോട്ട് പോകുന്നില്ലേ, ആ സൈഡ് അതിങ്ങനെ കിടക്കാണ്. വൈറ്റ് സാൻഡ് ബീച്ച് എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ. ഫുൾ അങ്ങോട്ട് കിടക്കാണ്. അവിടെ ഫുള്ള് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെറ്റർ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നോക്കട്ടെ, മഴ നിന്നെങ്കിൽ ആ സൈഡിൽ പോയി കാണിച്ചു തരാം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം സമ്മറിൽ വരാം. ഇവിടെ ഇപ്പോൾ ഓൾറെഡി വിൻ്റർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എല്ലാ മഴയും കാര്യങ്ങളായതുകൊണ്ട് ഒരു ഗുമ്മ് കിട്ടുന്നില്ല. നമ്മൾ നേരത്തെ പോയ ജെർവിസ് ബേയിൽ അവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റേഴ്സിന് ഉള്ളിൽ തന്നെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം ഇതിനുള്ളിൽ കുറേ നല്ല ചെറിയ ചെറിയ ബീച്ചുകളുണ്ട്. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ബീച്ചാണിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് ബീച്ചിലേക്ക് പോയിട്ട് വരാം. കമോ. നമ്മളിനി എത്താൻ പോകുന്നത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ബീച്ചാണ് കേട്ടോ. വാ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇത് ഫുൾ വൈറ്റ് സാൻഡ് കേട്ടോ ഇവിടെ ഫുള്ള്. പക്ഷെ ഇവിടെയും അധികം തിരക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ലോങ് ഹോളിഡേ വീക്കെൻഡ് ആണെങ്കിലും പക്ഷേ ആൾക്കാരൊന്നും മഴ കാരണം ഇത്ര നേരം മഴയായിരുന്നു. മഴ കാരണം ആൾക്കാരൊന്നും വന്നിട്ടില്ല. വെള്ളത്തിൻ്റെ കളറും നോക്കി എന്നാ അടിപൊളിയാണ്. സാധാരണ ഉള്ള പോലെ ഒരു ലൈറ്റ് ബ്ലൂയിഷ് എന്താ കളറാണ്. പക്ഷേ കറക്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ നല്ല ഒരു സണ്ണി വെതർ ആയിരുന്നെങ്കിൽ പൊളിച്ചാണ്. ഇതിപ്പോൾ ഒരു ക്ലൗഡിയാണ് ഫുള്ള്. നമുക്ക് ബീച്ച് നോക്ക്, അടിപൊളി ബീച്ച്. അങ്ങനെ നമ്മൾ ജെർവിസ് ബേയിൽ നിന്ന് നേരെ നമ്മൾ നെക്സ്റ്റ് പ്ലേസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹയാംസ് ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഒരു 1 കിലോമീറ്റർ മുകളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹയാംസ് ബീച്ചിലെത്തും. ഇത് ജെർവിസ് ബേ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഒരു മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് കൂടിയാണ് ഹയാംസ് ബീച്ച്. ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂയിഷ് കളറുള്ള ഒരു എന്താ പറയുക, ഒരു വാട്ടറൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഹയാംസ് ബീച്ച്. അപ്പോൾ നമുക്ക് ഹയാംസ് ബീച്ചിലേക്ക് പോകാം. കമാ. ഇതാണ് ബീച്ച്. ആരുമില്ല. ഇതിലേക്ക് 1-2 പേരൊക്കെ ഉള്ളൂ. പക്ഷേ നല്ല അടിപൊളി ബീച്ച്. മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു ഇടവഴിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു ലുക്കൗട്ട് പോയിൻ്റ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ലുക്കൗട്ട് പോയിന്റിലേക്ക് പോയിട്ട് വീടുകളൊക്കെ നല്ല ഭംഗിയായിട്ട് അടിപൊളി. ലുക്കൗട്ട് പോയിന്റിലേക്ക് നടക്കുകയാണ്. പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ബോർഡ് കണ്ടിട്ട് പോകുന്നതാണ്. നോക്കാം ഇങ്ങനെ ഇരിക്കുകയാണ്. ലുക്കൗട്ട് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല വ്യൂ നോക്കാം. ഇത് രസമൊന്നുമില്ല. ഇപ്പോൾ ഇത് രസമില്ല. ചുമ്മാ ഇത്ര നടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടില്ല. ഇനി ആർക്കെങ്കിലും വന്ന് കാണണമെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് കാണാവുന്നതാണ്. ഇതാണ് ഹയാംസ് ബീച്ചിൻ്റെ സൈഡിലുള്ള വീടുകളാണിത്. നമ്മുടെ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇവിടെയുള്ളതൊക്കെ ഞാൻ സുഖം എന്നറിയുമോ, ഇവിടെയാണ് ഒരു വീടെങ്കിൽ നേരെ താഴെയാണ് ബീച്ച് കുളിക്കുക, തിരിച്ച് വീട്ടിലേക്ക് വരിക. ലക്കി പീപ്പിൾ. അങ്ങനെ ഇന്നത്തെ ബീച്ച് ട്രിപ്പുകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് സിഡ്നിയിലേക്ക് പോവാണ്. പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. സിയ.